ഞങ്ങൾ എൻ്റെ നടക്കല്ല 4 കോടി ഉറുപ്പിയുള്ളൂ. പക്ഷേ ഇത് 10 കോടി ഉറുപ്പിക എന്നുള്ളത് ഞങ്ങൾ വരുന്നതിന് മുന്നേ അനൂപ് കൊടുത്ത പണമായിട്ടാണ് അനൂപ് പറഞ്ഞത്. അതിന് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഏത് അഗ്രിമെന്റും കാര്യം എൻ്റെ മൊഴിയിലും ഇഡിയിലെ മൊഴിയിലും ക്രൈംബ്രാഞ്ചിന്റെ മൊഴിയിലും അനൂപ് ഇതിലൊക്കെ ഉണ്ട്. എന്നിട്ടും ബോധപൂർവം പ്രശ്നം എന്നോട് മാത്രം അനൂപിന്റെ പേര് ഒഴിവാക്കിക്കൊണ്ട് 10 കോടിയുടെ കണക്ക് ചോദിച്ചു. ഇന്ന ഡേറ്റിന് ഇന്ന ടൈമിന് ഹാജരാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ കണക്കുമായിട്ട് വന്നോ പ്രശ്നം ബോധപൂർവം ആ ചെയറിലുണ്ടായില്ല. അപ്പം ഞാൻ അവനെ വിളിച്ചു. എൻ്റെ അടുത്ത് ആ വോയിസ് ഒക്കെ ഉണ്ട്. വിളിച്ചപ്പം എന്നാൽ നിങ്ങൾ വാങ്ങേണ്ട ഇത് വാങ്ങിയിട്ട് എനിക്ക് റെസീറ്റ് തരുമെന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ 4 കോടിയുടെ കണക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് അവരാരും തയ്യാറായില്ല. പക്ഷെ അന്ന് ഞാൻ എടുത്ത ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എൻ്റെ കയ്യിൽ ഇതൊക്കെ തരാൻ സമീറിന് തരാൻ കഴിയുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ കേൾക്കുന്നത് ഞാൻ കണക്ക് ഹാജരാക്കിയിട്ടില്ല, ഞാൻ ഹവാലക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പ്യൂർ വൈറ്റ് മണിയാണ്. ബാങ്ക് എനിക്ക് PWന്ന് കിട്ടിയ പൈസയാണ്. ഞാൻ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഹവാലക്കാരാണെന്ന് പറഞ്ഞിട്ട് EDയിൽ ലെറ്റർ കൊടുത്തു. മാനന്തവാടി ലാൻഡ് ഞാൻ 100 ഏക്കർ സമ്പാദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. AML തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ കത്ത് എഴുതി. ഇങ്ങനെ എഴുതിയിട്ട് എന്നെ ഇട്ടിട്ട് ട്രാപ്പിലിട്ടാണ്.